ശബരിമലയിൽ വനം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ ആവശ്യമില്ലെന്ന് ദേവസ്വം ബോർഡ്. ശബരിമല തീർത്ഥാടകർക്ക് ചുക്കും വെള്ളവും മറ്റും വിതരണം ചെയ്യുന്ന ബീറ്റ് ഓഫീസർമാരെ ഒഴിവാക്കാനാണ് ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കുടിവെള്ള വിതരണത്തിനായി ബീറ്റ് ഓഫീസർമാരെ ആവശ്യമില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വനം വകുപ്പിനെ അറിയിച്ചു. വിശദാംശങ്ങളുമായി ശ്യാം കങ്കാലിൽ ചേരുന്നുണ്ട്. ശ്യാം, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം ദേവസ്വം ബോർഡ് വനം വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്? രാജീവ്, ശബരിമലയിൽ ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ ആവശ്യമില്ലെന്ന ഒരു അറിയിപ്പാണ്, നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് വനം വകുപ്പിന് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ ശബരിമല തീർത്ഥാടകർക്ക് ചുക്കുവെള്ളവും മറ്റും വിതരണം ചെയ്യുന്ന ജോലിയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ ഏർപ്പെട്ടിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കുടിവെള്ള വിതരണത്തിനായി ബീറ്റ് ഓഫീസർമാരെ ആവശ്യമില്ല എന്നാണ് ദേവസ്വം ബോർഡ് വനം വകുപ്പിനെ അറിയിച്ചിട്ടുള്ളത്. ഈ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഈ ചുക്കുവെള്ള വിതരണത്തിന് പ്രതിസന്ധി നേരിട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ ഈ ചുമതലയിലേക്ക് നിയോഗിച്ചിരുന്നത്. ഈ ചുക്കുവെള്ള വിതരണത്തിനായി ബീറ്റ് ഓഫീസർമാരെ നിയോഗിച്ചിട്ടുള്ളതും അവർക്ക് താമസ സൗകര്യത്തിനായിട്ട് ശബരിമലയിലെ പൂർണ്ണ പുഷ്കല ബിൽഡിംഗ് അനുവദിച്ചിട്ടുള്ളതായിരുന്നു. എന്നാൽ ഈ പൂർണ്ണ പുഷ്കല ബിൽഡിംഗ് ഡോണർ വ്യവസ്ഥയിലായതിനാൽ ഈ ഡോണർ താമസ സൗകര്യം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഇത് ഒഴിഞ്ഞു നൽകാമെന്നൊരു വ്യവസ്ഥയിലായിരുന്നു ദേവസ്വം ബോർഡ് ഈ ബിൽഡിംഗ് ഏറ്റെടുത്തിരുന്നത്. നിലവിൽ ഈ 13-14 തീയതികളിൽ, അതായത് മകരവിളക്കിനോടനുബന്ധിച്ച് 13-14 തീയതികളിൽ ഈ ഡോണർ വ്യവസ്ഥയിൽ ഏറ്റെടുത്ത ഈ കെട്ടിടം താമസത്തിനായി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് മരാമത്തിൽ നിന്നും ഏർപ്പെടുത്തി നൽകിയ പകരം അക്കോമഡേഷൻ സംവിധാനം, അതായത് പകരമുള്ള ഈ ഡോണർ വ്യവസ്ഥയിൽ നിന്ന് താമസ സൗകര്യം മാറുന്ന ഫോറസ്റ്റ് ഓഫീസർമാരുടെ സേവനം ഒഴിവാക്കിയിരിക്കുന്നു. ചുക്കുവെള്ളം നൽകുന്നതിന് വേണ്ടിയാണ്, ഭക്തർക്ക് ചുക്കുവെള്ളം നൽകുന്നതിന് വേണ്ടിയായിരുന്നു നേരത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് കത്ത് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ശ്യാം തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.